മഴയൊക്കെ മാറി ദേവു. നല്ല വെയിൽ തന്നെയാണേ. ചൂടും തുടങ്ങി. ആ ദേവു, അതെ. ആ ദേവു ഇവിടെ പറഞ്ഞതാണ്. ആയിട്ടോട് ചെലച്ചോണ്ട് മരക്കൊമ്പ് വന്നിരുന്നാ പിന്നെ അന്നത്തെ ദിവസം ഇവിടെ വഴക്കാം. ആ അല്ലെങ്കിലും ഇവിടെ വഴക്കാം. സാരില്ലേ ഭാരതിയമ്മേ, ഒക്കെ ശരിയാവും. എന്താ ചെയ്യണ്ടേ ദേവു? എത്രന്ന് വെച്ചിട്ടാ പറയുക? നേർക്ക് നേരെ കണ്ട രണ്ടും കീരിയും പാമ്പും പോലെ. സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുവന്നതാന്നുള്ള ബോധം പ്രകാശനവും ഇല്ല. അവൻ പറഞ്ഞ കേൾക്കാനുള്ള ബോധം ബഹുമാനവും ഒന്നും ലഹയിലേക്ക് പോയി. എന്റെ രാഘവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. ഒരു കുഞ്ഞൊക്കെ ഉണ്ടായാൽ അറിയാതൊരു ഒരുമിക്ക വരും. നാളെ മോൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ പറയുക, മക്കളൊക്കെ വലുതായപ്പോൾ അവർ പട്ടിയെ വാങ്ങിത്ര. ആ പട്ടിയാണ് അവരെയൊക്കെ ഒന്നിച്ച് നിർത്തുന്ന കണ്ണി. അവരെല്ലാവരും ഇതിനെ ലാളിക്കുമ്പോൾ അറിയാതെ തമ്മിലൊരു ഐക്യം ഉണ്ടാവും ഇത്രേ. അതുപോലെ അവിടെ ഒരു കുഞ്ഞിക്കാൽ ഓടിക്കളിക്കാൻ തുടങ്ങിയാൽ ഒക്കെ ശരിയായിക്കോളും. ഓ, അതിനിവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം വേണ്ടേ? അതിനും പുറമെ ഇവിടെ ഒരു അയലക്കാരനും വന്നിട്ടുണ്ട്. ആ വടക്കേ പുറത്തെ വർഗീസ് മാഷ ആളൊഴിഞ്ഞ വീടല്ലേ, അയാളെ കൊണ്ടുള്ള സ്വൈരക്കുറി. ആ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ആ ദേവോ, ഇവിടെ തുടങ്ങി. നീയാണെങ്കിൽ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം. ഏത് നേരത്താണോ എനിക്ക് നിന്നെ തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്? പേരിൽ മാത്രം പ്രകാശം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവനിട്ടാ അതൊക്കെ നന്നാവാനും പോണില്ല. എന്തിനാണ് പ്രകാശ ഏത് നേരം ഞാനാണോ എല്ലാ പ്രശ്നത്തിനും നടക്കുന്നത്? അതല്ല, പിന്നെ ഞാനാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഹിലമോളെ. അല്ലേലും അമ്മമാര് മക്കളുടെ അടുത്തേക്ക് ചായും. ഞാൻ വന്നു കയറിയവളാണല്ലോ. അല്ല, പിന്നെ എല്ലാരെയും ബഹുമാനിക്കാത്ത നിന്റെ കൂടെ നിൽക്കും അമ്മ. എനിക്ക് നിങ്ങള് രണ്ടാളും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവം പുറക്കൂല ഹിലമോളെ. ഇതൊക്കെ നിന്നെ കൊണ്ട് നമ്മള് പഞ്ചായത്ത് മെമ്പറോട് പരാതി പറഞ്ഞല്ലേ, അയാളൊന്നും ഇവിടെ വരും. നിങ്ങളൊന്ന് അടങ്ങ്. ആണോ പെണ്ണുപിള്ള? ഈ പോകനെ വിളിച്ചോണ്ട് പോ, അല്ലെ വരെ പോക ഞാൻ കാണിക്കേ. തള്ള നിങ്ങളോട് കൂടെ പറഞ്ഞു കൊണ്ടുപോയിനെ. പോടാ പോടാ. വേണ്ട 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 വേണ്ട, തിരക്കുണ്ടെന്ന്. വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. എന്തൊക്കെയാ അർത്ഥാണോ? അത് മെമ്പറേ, ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങളെ വീടിന് 2 ചില്ല അവൻ എറിഞ്ഞോടിച്ച് ഓടുകൾ പൊട്ടിച്ചിട്ടുണ്ട്. പ്രശ്നമൊക്കെയല്ലേ നിങ്ങള്? നമ്മളെ പഞ്ചായത്തിലൊക്കെ തന്നെ എത്ര അതിർത്തി തർക്കം, അയലൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങള്, അല്ലാതെ അടികൂടല്, ഇതൊക്കെ നമ്മൾ സോൾവ് ആക്കണതല്ലേ. ഇതാണ് നമ്മളെ പാരമ്പര്യം. ഒരു സമാധാനമൊക്കെ വേണ്ടേ? നിങ്ങൾ ഏതായാലും ഈ പ്രശ്നം സമചിത്തതയോടെ പരിഹരിക്കണം എന്നാണ് നിന്റെ ഒരു. മെമ്പറോട് പറഞ്ഞിട്ട് ചെയ്യാൻ കരുതിയതാ. എനിക്ക് അവന്റെ വീട്ടിൽ കയറി പണി കൊടുക്കാൻ അറിയത്തില്ല. ധൃതി കൂട്ടണ്ട, ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വഴി ഉണ്ടാക്കാലോ. അവൻ വരുത്തരാ, ഞങ്ങൾ ഈ വാർഡിലുള്ളവർ. വോട്ട് ചോദിക്കാൻ കാണിക്കുന്ന ഉഷാറ് ഈ കാര്യത്തിന് വേണം മെമ്പറെ. ചിന്ന സ്റ്റോപ്പ്. അതെ അതെ, പിന്നെ ഉണ്ടല്ലോ,
നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്തറ. നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. ഒരു വാർണിംഗ് തരാൻ വേണ്ടി എപ്പോൾ വന്നത് അറിയോ നിങ്ങൾക്ക്? ഇവിടെ സമാധാനം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം എന്റെയാണ്. അത് അലങ്കോലാക്കാൻ പുറത്തുനിന്ന് വന്ന ഒരുത്തനി സമ്മതിക്കില്ലേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? ആ വീട്ടിൽ ഏത് സമയം നോക്കിയാലും പൊരിഞ്ഞ വഴക്കാണ്. എനിക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാന്നാണത്? അതെ, നിങ്ങൾക്ക് എന്താ അറിയാം, ഇതിപ്പോ രാഷ്ട്രീയമോ മതമോ രാജ്യാന്തര പ്രശ്നങ്ങളോ എന്തും ആയിക്കോട്ടെ, ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ അവിടെ ഒരു പൊതു ശത്രുവിനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ പ്രശ്നക്കാർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടും. ഇതിപ്പോ ഇവിടെ അവരുടെ ഐക്യത്തിന് വേണ്ടി ബലിയാടാവാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു ശത്രു ഇവിടെ ഇല്ലെങ്കിൽ അവരേത് സമയം കലഹിച്ചുകൊണ്ടേയിരിക്കും. ശരിയാണോ? ഇറങ്ങടോ, ഇറങ്ങടോ. അങ്ങനെ പ്രകാശൻ്റെയും ഹെയ്ലയുടെയും പേരുകളുടെ അർത്ഥത്തിൽ മാത്രം ഒളിച്ചിരുന്ന വെളിച്ചം ഭാരതി അമ്മയുടെ വീട്ടിൽ പതുക്കെ പരക്കാൻ തുടങ്ങി. 2-3 മാസത്തിലേറെ വാടകക്കാർ വാഴാത്ത വർഗീസ് മാഷുടെ വീട്ടിൽ ഒരു സ്ഥിരതയാർന്ന താമസക്കാരൻ ഉണ്ടായി വരുന്നു. ഇടയ്ക്കിടെ മാറുന്ന യജമാനന്മാർക്കനുസരിച്ച് കുരച്ചും കുരയ്ക്കാതെയും ഒളിച്ചും പേടിച്ചും കഴിഞ്ഞ ചിന്നനും ആ പഞ്ചായത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. വോട്ടർമാരുടെ സമാധാനം കൂട്ടിയ വകയിൽ മെമ്പർക്ക് അടുത്ത തവണ ഭരണക്കസേരയും ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയ അവാർഡായ പീസ് പ്രൈസും ഉറപ്പായി. എല്ലാവരിലുമുണ്ട് ഒരു പൊതുശത്രു. എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതും പൊതുശത്രു. അടിപതരാതെ ഈ ശത്രു, കണ്ണറിയാതെ കാതറിയാതെ കൊടുങ്കാറ്റായി വരും ശത്രു. ചിതയൊരുക്കാൻ കനലൊരുക്കി ചുറ്റും തീ പടർത്താൻ പൊതുശത്രു. പൊതുശത്രു പൊതുശത്രു പൊതുശത്രു.